നമ്മുടെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ കരുതലിന്റെയും സുരക്ഷയുടെയും ഭാഗമായിട്ട് അപരിചിതരെ, അജ്ഞാതരെ, സ്ട്രേഞ്ചേഴ്സിനെ കുട്ടികൾക്ക് എങ്ങനെ നേരിടാമെന്നുള്ള എനിക്കറിയാവുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാൻ പങ്കിട്ട് തരുന്നത്. നിങ്ങൾ ഒരിക്കലും അപരിചിതരിൽ നിന്ന് ഒരു ഗിഫ്റ്റും, ഒരു സമ്മാനപ്പൊതിയോ, ഒരു സ്വീറ്റ്സോ, ഒന്നും തന്നെ ഒരു മുഠായിയോ വാങ്ങിക്കരുത്. ഇത് കരുതലിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ കൊച്ചു കൂട്ടുകാരെ, അനിയന്മാരെ അറിയിക്കുക. അങ്ങനെ വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളെ മയക്കുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഉള്ള നിങ്ങൾ വല്ല കളിപ്പാട്ടങ്ങൾ കാണിച്ച് നിങ്ങളെ ശ്രദ്ധ തിരിച്ച് നിങ്ങൾ ഒരു പക്ഷേ തട്ടിക്കൊണ്ടു പോകാൻ വരെയുള്ള സാഹചര്യങ്ങൾ പേടിക്കേണ്ട. ജാഗ്രത മാത്രം മതി. കരുതലിന്റെ ഭാഗമായിട്ട് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാനിത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ അതെപ്പോഴും സൂക്ഷിക്കുക. അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിൽ നിന്ന് നിങ്ങൾ കൊച്ചു കൂട്ടുകാർ ഒരിക്കൽ പോലും ലിഫ്റ്റ് ചോദിക്കരുത്. അവരുടെ കാറിലോ സ്കൂട്ടറിലോ ഒന്നും തന്നെ കയറരുത്. എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ ചിലപ്പം ചെയ്തെന്ന് വരും. അത് പാടില്ല. നിങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് നിങ്ങളത് ചെയ്യരുത്. കാരണം നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ കരുതലിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ തനിച്ചിരിക്കുമ്പോഴും അപരിചിതർ വന്നാൽ നിങ്ങൾ തനിച്ചാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു മുതിർന്ന ഒരാളുടെ കൂടെ തന്നെയാണ് ഇരിക്കേണ്ടുന്നത്. അതല്ലാതൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഡോറുകളെല്ലാം ക്ലോസ് ചെയ്യണം. നിങ്ങൾ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ അയൽവക്കക്കാരോടോ അടുത്ത ബന്ധുക്കളോടോ നിർദ്ദേശം പറയുക. മാതാപിതാക്കൾ വീട്ടിലില്ല, മുതിർന്നവർ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ധൈര്യപൂർവ്വം വീട്ടിലിരിക്കുക. ഇതൊന്നും നിങ്ങളെ പേടിപ്പിക്കാനില്ല. ജാഗ്രത മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുവാണെന്നോ മറ്റോ അറിയിച്ച്, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സുഹൃത്താണെന്ന് അറിയിച്ച് സ്കൂളിലോ നിങ്ങളുടെ വീട്ടിലോ ആരെങ്കിലും വന്നാൽ പോലും നിങ്ങൾ കൃത്യമായ നിർദ്ദേശമില്ലാതെ അത് വിശ്വസിക്കരുത്. അത് നിങ്ങളുടെ ആപത്തിലേക്ക് നിങ്ങളെ തള്ളിവിടും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പങ്കുവെക്കാതിരിക്കുക. അത് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇതിനെ നിങ്ങൾ ഭയക്കരുത്. ജാഗ്രതയോടുകൂടി മാത്രം നിങ്ങളതിനെ കണ്ടാൽ മതി. അതുപോലെ തന്നെ അപരിചിതരായിട്ടുള്ള ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഗെയിംസോ എന്തെങ്കിലും കളിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ അപകടകരമായിട്ടുള്ള ഗെയിംസ് കളിക്കാൻ നിർബന്ധിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഉടനെ അറിയിക്കുക. നിങ്ങൾ സുരക്ഷിത സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളെ കൈയേറ്റം ചെയ്യുകയോ നിങ്ങളെ ബലമായിട്ട് കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ, അതുണ്ടാകില്ല, അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് നിങ്ങൾ ഭയക്കരുത്. നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അലറുക, ഉറക്കം നിലവിളിക്കുക. ഗ്രൂപ്പ് ചേർന്ന് പോവുകയാണെന്നല്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ